കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നെല്ല് സംഭരണം ഈ മാസം മുതൽ 24 മണിക്കൂറിൽ കർഷകർക്ക് പണം ലഭിക്കുന്ന രീതിയിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ. സംസ്ഥാനത്തെ നെല്ല് സംഭരണം കീറാമുട്ടായി തുടരുമ്പോഴാണ് നേരിട്ട് നെല്ല് സംഭരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുന്നത്. വിവരങ്ങൾ അരുൺ ആലത്തൂർ നൽകും. അരുൺ, സംസ്ഥാനത്ത് ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടൊക്കെ കർഷകർ തെരുവിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് പാലക്കാട് പോലെ, കേരളത്തിന്റെ നെല്ലറ എന്ന് നാം വിശേഷിപ്പിക്കുന്ന പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വ്യാപകമായ പ്രതിഷേധം നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം കർഷകരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശ്വാസം നൽകുന്നതാണ് അരുൺ? ഗൗതം, തീർച്ചയായിട്ടും നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാവുന്നതാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ പുതിയ തീരുമാനത്തിലൂടെ എന്നുള്ളതിൽ സംശയമില്ല. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് നെല്ല് സംഭരണം കാലങ്ങളായി കീറാമുട്ടിയായിട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് പാലക്കാടും കുട്ടനാടും ഉൾപ്പെടെ കർഷകർ നിരന്തരം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം. ഒന്ന്, സപ്ലൈകോ കൃത്യമായിട്ട് നെല്ല് സംഭരിക്കുന്നില്ല. ഇപ്പോൾ പോലും പാലക്കാട് പലയിടങ്ങളിലും നെല്ല് കൊയ്ത്തു തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഇതുവരെ മില്ലുകാരുമായി കരാറുണ്ടാക്കുന്നതിനോ നെല്ല് സംഭരണത്തിനോ സർക്കാർ തയ്യാറാവാതെ 1 കിലോയ്ക്ക് 18, 19, 20 രൂപയ്ക്ക് പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് വിൽക്കേണ്ട ഗതികേടിലാണ് ഇപ്പോഴും പാലക്കാട്ടെ നെൽകർഷകർ നിൽക്കുന്നത് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർഷകർ കാലങ്ങളായി ആവശ്യപ്പെടുന്നതാണ് കൃത്യമായിട്ട് നെല്ല് സംഭരണം സംസ്ഥാന സർക്കാർ നടത്തണമെന്നുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാർ കൃത്യമായി നെല്ല് സംഭരിക്കാറില്ല എന്ന് മാത്രമല്ല, നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തുക കൃത്യമായി നൽകാറേ ഇല്ല എന്നുള്ളതാണ്. ഒരു വർഷം വരെ നീളുന്നു പലപ്പോഴും കർഷകർക്ക് നെല്ലിൻ്റെ തുക ലഭിക്കാൻ. ആ തുക നൽകുന്നതാണെങ്കിൽ PRS വായ്പയായിട്ടാണ്. പാലക്കാട് തന്നെ അടുത്തിടെ ഷൊർണൂരിൽ ഉൾപ്പെടെ നെൽകർഷകർക്ക് ബാങ്കുകളിൽ നിന്ന് ഈ നെല്ലിൻ്റെ സംഭരണ വില സർക്കാർ നൽകിയതിന് ശേഷം അത് വായ്പയായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുക തിരിച്ചടയ്ക്കണമെന്ന് അടുത്തിടെ ബാങ്കുകളിൽ നിന്ന് കോളുകൾ വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം ഉൽപ്പന്നം സംസ്ഥാന സർക്കാരിന് നൽകിയിട്ട് എപ്പോഴും കർഷകർ അതിൽ വലിയ തീരാവേദന അനുഭവിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നേരിട്ട് നെല്ല് സംഭരിക്കാൻ ഒരുങ്ങുന്നത്. NCCF മുഖാന്തരം ഈ മാസം അവസാനത്തോടെ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള നെല്ല് സംഭരണം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുതന്നെ 25 രൂപയ്ക്കായിരിക്കും നെല്ല് സംഭരിക്കുക. നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം തുക നൽകുമെന്നുള്ളതാണ്. അതായത് സംസ്ഥാനം നെല്ല് സംഭരിക്കുമ്പോൾ 1 വർഷം വരെ അതിൻ്റെ തുക ലഭിക്കാൻ വേണ്ടി, വായ്പയായിട്ട് പോലും ആ തുക ലഭിക്കാൻ വേണ്ടി കർഷകർ കാത്തിരിക്കണമെങ്കിൽ ഇവിടെ 24 മണിക്കൂറിനകം തുക ലഭിക്കുമെന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും ഈ കേന്ദ്ര സർക്കാർ നേരിട്ട് 25 രൂപയ്ക്ക് നെല്ല് സംഭരിക്കുമ്പോൾ സംസ്ഥാനം അവരുടെ പ്രോത്സാഹന വിഹിതം കൂടെ ഒഡീഷയുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെയും മാതൃകയിൽ കർഷകർക്ക് നൽകാൻ തയ്യാറാവുകയാണെങ്കിൽ 30 രൂപയിലധികം ഒരു കർഷകന് നെല്ലിന് വില ലഭിക്കും എന്നുള്ളതാണ്. നിലവിൽ സപ്ലൈകോ നെല്ല് സംഭരിക്കുമ്പോൾ 28 രൂപ 20 പൈസയാണ് കർഷകർക്ക് ലഭിക്കുന്നതെങ്കിൽ കേന്ദ്രത്തിന് നേരിട്ടുള്ള നെല്ല് സംഭരണം വരുമ്പോൾ അത് 30 രൂപയിലധികം കർഷകർക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്രം നേരിട്ട് നെല്ല് സംഭരിക്കുന്നത് വലിയ ആശ്വാസമായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. BJPയുടെ സുപ്രധാന ഇടപെടലാണ് ഇതിലേക്ക് വഴിവെച്ചിരിക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ നിരന്തരം കേന്ദ്രത്തിലെ കൃഷി മന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനെ ആണെങ്കിലും അതല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയായ പീയൂഷ് ഗോയലിനെ ആണെങ്കിലും ഒക്കെ നേരിട്ട് കണ്ട് ഈ ഒരു സംഭരണം ഇവിടെ കേരളത്തിൽ വലിയ ബുദ്ധിമുട്ടിൽ കർഷകർ അനുഭവിക്കുന്നു, അതുകൊണ്ട് അതിലൊരു ശാശ്വത പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് BJPയുടെ സംസ്ഥാന നേതാക്കളായ കുമ്മനം രാജശേഖരൻ, അതുപോലെ തന്നെ C കൃഷ്ണകുമാർ, കർഷക മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായ ഷാജി തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലുള്ള 3 അംഗ കമ്മിറ്റി അവർ നിയോഗിച്ചിരുന്നു. ആ 3 അംഗ കമ്മിറ്റി ഈ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിൻ്റെ റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. പിന്നീട് വിവിധ കേന്ദ്ര സംഘങ്ങൾ കേരളത്തിലെ പ്രത്യേകിച്ച് തൃശ്ശൂരും പാലക്കാടും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നേരിട്ടെത്തി കർഷകരിൽ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. NCCF മുഖാന്തരം ഈ മാസം അവസാനത്തോടെ കേന്ദ്രം നേരിട്ട് നെല്ല് സംഭരിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. ഏതായാലും അത് കർഷകർക്ക് വലിയ ആശ്വാസമായി മാറുമെന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം സംസ്ഥാനം അവരുടെ പ്രോത്സാഹന വിഹിതം കൂടെ ഈ ഒഡീഷയുടെയും മറ്റ് സംസ്ഥാനങ്ങളുടെയൊക്കെ മാതൃകയിൽ നൽകാൻ കൂടെ തയ്യാറാവുകയാണെങ്കിൽ കർഷകർക്ക് നിലവിൽ സപ്ലൈകോ PRS ലോണായി നൽകുന്ന 28 രൂപ 20 പൈസയിലധികം രൂപ കർഷകർക്ക് ലഭിക്കുന്ന ഒരു സ്ഥിതിയായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവാൻ പോകുന്നത്.